ആരാ നിങ്ങള്? എന്തിനെങ്ങോട്ട് വന്നത്? അകത്ത് ഓംപ്ലേറ്റ് അടിയാ സാറേ. എന്താ സാറേ, ബിസിനസ് മീറ്റിംഗ് നടക്കണമെന്ന് തോന്നുന്നു. മീഡിയക്ക് എന്തായാലും ഗോൾ അടിച്ചു. ഇതെല്ലാം ടി വിയിൽ കാണിക്കുന്ന തോന്നുന്നേ. സാർ അറിയാതെ പറ്റിപ്പോയതാ. ഇക്കാര്യം പുറത്തറിഞ്ഞാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെയ്തൊന്ന് രക്ഷിക്ക് സാറേ. ACP വരുന്നുണ്ട്, അദ്ദേഹത്തോട് പറയും. സർ, സാർ അത് പിന്നെ സ്വാമി, സർ, എനിക്ക് ചിലതൊന്നും ഇഷ്ടമല്ല. അത് നിനക്കറിയില്ലേ? മനസ്സിലായി സർ. ഹേയ്, നീ പുറത്തു പോ. സാർ അത് പിന്നെ ഒരു ആഗ്രഹം തോന്നിപ്പോ. എന്താ കോടീശ്വർ റാവു? കോടീശ്വർ റാവു എന്ന് പേരും വെച്ചോണ്ട് കോടികൾ നീ സമ്പാദിക്കുന്നില്ലേ? നിന്റെ മകളുടെ പ്രായം അവക്ക്. അവളുടെ കൂടെ എൻജോയ് ചെയ്യാ തെറ്റല്ലേ? ഈ കാര്യം പുറത്താർക്കെങ്കിലും അറിഞ്ഞ എന്താവും അറിയോ? സാർ, അപമാനം സഹിക്കാൻ പറ്റാതെ എന്റെ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യും സാർ. പാവം, അവര് സേഫ് ആയിരിക്കണമെങ്കിൽ ഞാൻ ഹാപ്പി ആവണ്ടേ? കോടീശ്വർ റാവു ചേട്ടാ, ആ റാവു നീ എടുത്തു. ഈശ്വരൻ, ദൈവം എനിക്ക് ആവശ്യമില്ല. ആ കോടിയില് Did you understand, Mr. Kodiswar Rao? സ്വാമി, ഡോർ തുറക്ക്. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കോൾ ചെയ്ത അവന്റെ കൂടെ സെറ്റ് ആവോ? നീ അത്ര ധൈര്യം ഉണ്ടോ നിനക്ക്? നീ പറഞ്ഞിട്ടല്ല ഞാൻ ചെയ്തേ. ആ, നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ ചെയ്തില്ലേ? മേത്തൊന്ന് കൈയെടുക്കടാ. മുടി വിട്ടടി. പക്ഷെ ഞാൻ നിന്നെ വിടില്ല. കാരണം നീ എനിക്ക് ഹായ് ഏട്ടാ, വന്നിട്ട് എത്ര നേരമായി? വന്ന് ഹാഫ് ആൻ അവറായി. എവിടെ പോയിരിക്കാണ്? എല്ലാരും ഷോപ്പിങ്ങിന് പോയിരിക്കാ. ഇപ്പൊ വന്നേക്കും. നിങ്ങൾ അകത്തേക്ക് വാ. ഏട്ടനിരിക്കാൻ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി താഴെ വീഴുള്ളൂ. ടീ, കോഫി? ഓൾറെഡി ചൂടായിട്ടുണ്ട്. തണുത്തതായിട്ട് ഫ്രിഡ്ജുണ്ട്. എന്താ വേണോ? ഇതാ. എന്തായി കാണിക്കുന്നത്? ഇപ്പൊ എന്തിനാ അടുത്ത് വരുന്നത്? കോഫി, കോഫി. എന്ത് ടെൻഷനായോ? ഇപ്പൊ മനസ്സിലായോ എനിക്കെങ്ങനെ ഫീലായി കാണുമെന്ന്? ശരി, അതൊക്കെ ഇരിക്കട്ടെ. എംബ്രോയിഡറി എവിടുന്നാ പഠിച്ചത്? എന്റെ നാട്ടില്. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിന് സ്റ്റിച്ചിങ്ങിന് വരെ എംബ്രോയിഡറി ആണോ? കളിയാക്കല് കുറച്ച് കൂടുന്നുണ്ടേ. അത് ശരി. അല്ല, നീ വന്നിട്ട് കൊറേ ആയോ? പറഞ്ഞ സമയത്തിന് ഞാൻ എത്തിയിട്ടുണ്ട്. മോനെ ശങ്കര, കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ബിരിയാണി ഉണ്ട്, പാർസൽ മേടിച്ചോണ്ട് വന്നാ കുറച്ച് എടുക്കട്ടെ മോനെ. ശഹലം കഴിച്ചൂടേടാ. എന്തു ചോദിച്ചാലും വേണ്ട വേണ്ടെന്ന് പറയും. എങ്ങനെയെങ്കിലും പോട്ടെ. ഇതാ, ഇത് വെച്ചോ. എന്തിനെങ്ങനെ ഒളിച്ചുകൊണ്ടുവരുന്നേ? അവർക്കറിയില്ലേ? അറിയടാ, വാങ്ങിച്ചോ. എന്താ അവിടെ? ഒന്നുമില്ല, ഞാൻ പോവാണ്. അമ്മേ, ഞാൻ ഇറങ്ങാണ്. മോനെ, സൂക്ഷിച്ചു പോണം. ചെന്നിട്ട് വിളിക്കണേ. ശരി അമ്മ. ഹലോ, പറ.
ആ അറിയാം അറിയാം. ആ ഞാൻ നോക്കിക്കോളാം, ഒരു പ്രശ്നമില്ല. അതെ അതെ, ഇന്ന് വൈകുന്നേരം ഞാൻ വീണ്ടും വിളിച്ച് സംസാരിക്കാം. എന്താടാ ഇനി നീ പോയില്ലേ? ബാഗ് മറന്നു. വേഞ്ചല്. Today we discuss about the Parliamentary Form of Governmentary Act 74. Articles 74 and 75. ഇതിൽ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാ the system at the center and its states. എന്താ എപ്പോഴും ക്ലാസ്സിൽ ലേറ്റ് ആണോ? വാ വാ. ഇല്ല സാർ, ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. എന്തിന്? ക്യാൻറ്റീനിൽ ഫുഡ് കൊള്ളത്തില്ല. മെസ്സിൽ പറഞ്ഞപ്പോ കാര്യമാക്കുന്നില്ല. അതുകൊണ്ട് ഫുഡിന് വേണ്ടി സമരമാണോ? ഞാനും റെഡിയാ. ഇതൊക്കെ ലഞ്ച് ടൈമിൽ വെച്ചാ പോരെ, ക്ലാസ് ടൈമിൽ എന്തിനാ? ഞങ്ങക്ക് ഭക്ഷണമാണ് സാറേ പ്രധാനം. വാടാ വാടാ. നിന്നോട് സ്പെഷ്യലായിട്ട് പറയണോ? പുറത്തേക്ക് വേടാ. നോക്കിക്കടാ, നിങ്ങൾക്ക് റൈറ്റ് എന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുന്നു, അവന് റൈറ്റ് എന്ന് തോന്നുന്നത് അവൻ ചെയ്യട്ടെ. ഡോണ്ട് ഡിസ്റ്റർബ് ഹിം. പോയേ. എന്താണ് ശബ്ദം? അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഫുഡ് കുറവാണല്ലോ സാറേ. 2 പേർക്ക് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന പോലെ 100 പേർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടാവും? ആദ്യം ക്ലീൻ ചെയ്യ്. എപ്പോഴെങ്കിലും കുറ്റം പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചാ പോരെ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുക. ഇനിയും കോളേജിൽ നീ എക്സ്ട്രാ സ്മാർട്ട് ആവാൻ ശ്രമിച്ചാലേ പിന്നെ നീ കോളേജിൽ ഉണ്ടാവില്ല. ഈ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ സപ്ലൈസ് കൂടുതലായതുകൊണ്ട് ഡിമാൻഡും കൂടിയിരിക്കുകയാണ്. സോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. രാത്രി ഞാൻ ഇതുപോലെയുള്ള നല്ല കേസ് ഡോസ് കൊടുത്തു. നമ്മൾ എങ്ങനെ അവന്റെ അനലൈസ് മുഖം ചെയ്യേണ്ടതെന്ന് കാണണമായിരുന്നു. വെച്ചാൽ സൈലൻസ് ബൈ എ ബാലൻസ് ബിറ്റ്വീൻ നമ്മുടെ അടുത്ത് കളിച്ചാൽ എങ്ങനെയുണ്ടെന്ന് അവന് മനസ്സിലായി. ആരാ അത്? ശങ്കർ, എന്തിനാ മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്നത്? എഴുന്നേറ്റ് പുറത്തു പോ. അറ്റ് ഈച്ച് പ്രൈസ് ഡിസയർ. അല്ല എന്താണ് കോളേജും ബങ്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് എന്താ പരിപാടി? ആർക്ക് വേണ്ടിയാണാവോ? ഇനി ഞാൻ അറിയാതെ വേറെ വല്ല പെൺകുട്ടിയെ നോക്കുന്നുണ്ടോ? എന്തായാലും എന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ കിട്ടില്ല എന്നുള്ളത് ഉറപ്പാ. ഇതിനു മുമ്പ് കണ്ണാടിയിൽ മുഖം കണ്ടിട്ടുണ്ടോ? നിന്നെക്കാളും സുന്ദരിയായ പെണ്ണുങ്ങൾ ഇവിടെ കുറേയുണ്ട്. ശരി, കേറിക്കോ. ഏട്ടാ! മോളെ, താങ്ക്സ് മോനെ. അത് കലക്കിയല്ലോ. ശരി, വണ്ടി എടുക്ക. പറയുന്ന അനുസരിക്കാതെ തന്നിഷ്ടത്തിന് പോയാ ഇങ്ങനെ ഇരിക്കും. മറ്റുള്ളവരെ പോലെ തന്നെ നിനക്ക് പെരുമാറിക്കൂടെ? ഇതൊക്കെ എന്നാണാവോ മനസ്സിലാക്കുക? അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? എപ്പം നോക്കിയാലും ഇങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? ആ ദേ അവൻ തുടങ്ങി. ഇതിനങ്ങ് ഒരു കുറവുമില്ല. പിന്നെ എന്താ അമ്മേ, എന്തോ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ലമ്മേ. അതേടാ, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലോ. നീ എന്തിനാ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നേ? അമ്മേ, മോൻ ഈ പാലൊന്ന് കൊടുക്കും. അയ്യോ, ഇതാര്? എന്റെ പൊന്നു മോനല്ലേ? പാല് കുടിക്കാൻ വന്നാണോ? വയറ് നിറച്ച് പാല് കുടിച്ചെന്റെ പൊന്നുമോൻ ചാച്ചയ്ക്കോ? ഇനി കുറച്ചുകൂടെ കുടിച്ചേ. എങ്ങോട്ടാടാ പോന്നേ? ആ, ടെറസിലേക്ക്. ഇവൻ എന്നാണാവോ നന്നാകുക? നാട്ടിൽ ഒറ്റയ്ക്കാന്ന് വിചാരിച്ച് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ അവൻ ഇവിടെ അത് തന്നെ. ആരോടൊപ്പം അവൻ ചേരില്ല. എന്താ ചെയ്യാനാന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇങ്ങനൊരു ജന്മം. ഈ തുണി നീ ഇന്നലെയല്ലേ അലക്കിയത്? അതില് കോഫിയുടെ കറ ഉണ്ടായിരുന്നതുകൊണ്ടാ. ഇവിടെ എന്താ ചെയ്യുന്നത്? ആ, തൊട്ടടുത്ത വീട്ടിലൊരു ഫിഗർ ഇല്ലേ, അവളെ സൈറ്റ് അടിക്കാം. അപ്പുറത്ത് ചില ആമ്പിള്ളേരും ഉണ്ട്. നീ വേണമെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ടോ? ഞാൻ നിങ്ങളെ പോലെയൊന്നും അല്ല. ഏട്ടനെന്താ ഡല്ലായിരിക്കുന്നത്? കുറച്ച് ഫീവറിഷ് ആയിട്ടുണ്ട്. അതെയോ? പക്ഷെ ടെമ്പറേച്ചർ നോർമൽ ആണല്ലോ. എപ്പോ തൊട്ടാ? അന്ന് ഉച്ചയ്ക്ക് കോഫി കുടിച്ചപ്പോ തൊട്ട്. അങ്ങനെയാണല്ലേ? നിങ്ങളുടെ അമ്മ നിങ്ങളെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുക. ഇയാളുടെ ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞിട്ടില്ലല്ലോ. നിന്റെ ചേച്ചി നീ നല്ല കുട്ടിയാണെന്നല്ലോ വിചാരിച്ചു. ഏട്ടാ പ്ലീസ്, വേദനിക്കുന്നു. വിട്
വിട് ചേട്ടാ പ്ലീസ്, വേദനിക്കുന്നു പ്ലീസ് ഞാൻ ചേട്ടാ. കൈവിട്ട് കുറേ നേരമായി